വാണിജ്യ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരോ വിൽപ്പന നടത്തുന്നവരോ ആണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ പോലീസോ സ്ക്വാഡോ പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ വെളിച്ചം കാണാനായിട്ട് സാധിക്കില്ല. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധി നിലവിലുണ്ട്. ഈ വിധി പ്രകാരം നിങ്ങൾക്ക് ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ നേടിയെടുത്തിരിക്കണം. ഒന്നാമത്തേതായി, നിങ്ങൾ ജാമ്യാപേക്ഷ കൊടുക്കുന്ന കോടതിക്ക് വളരെ കൃത്യമായ ധാരണയുണ്ടായിരിക്കണം നിങ്ങളെ അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല എന്ന് കോടതിക്ക് തോന്നിയിരിക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജാമ്യം തന്നാൽ നിങ്ങൾ ആ ജാമ്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് കോടതിക്ക് ബോധ്യം വരണം. അപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇത് 2ൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ എനിക്ക് ജാമ്യം കിട്ടുമോ എന്ന്. ഇല്ല, ഇത് രണ്ടും ഒരേ സമയം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഈ കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വാണിജ്യ ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്ന് സൂക്ഷിക്കുന്നവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നിർവഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യം ലഭിക്കില്ല.